പാലക്കാട് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മുൻ IPS-കാരൻ കണ്ണൻ ഗോപിനാഥൻ വന്നേക്കും. പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം തള്ളാതെ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. നിലവിൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നും പറഞ്ഞിട്ടില്ല. കുട്ടിക്കാലം മുതൽ പാലക്കാടുമായി ബന്ധമുണ്ടെന്നും യുവ IAS-കാരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും എന്തായാലും മത്സരിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ഒരു പാലക്കാടോ അല്ലെങ്കിൽ ഇവിടെ മത്സരിക്കണം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് ഒന്നും കൂടെ ഉണ്ടാവും. പാർട്ടിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കേരളത്തിലെന്നും ഉണ്ടാവും. BJP എന്നുള്ള ഇതിലുപരി BJPയുടെ ഒരു ജനങ്ങളെ ബുള്ളി ചെയ്യുന്ന ഒരു രാഷ്ട്രീയം, ജനങ്ങളെ പൗരന്മാരല്ലാതെ ഒരു വീണ്ടും പ്രജകളാക്കി മാറ്റുക എന്നുള്ളൊരു രാഷ്ട്രീയത്തിൽ ആ രാഷ്ട്രീയത്തിനെതിരെയാണ് എന്ന് നിലകൊണ്ടിട്ടുള്ളത്. ആ രാഷ്ട്രീയത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനും ജനങ്ങളെ പൗരന്മാരാക്കി, അതായത് അധികാരബോധമുള്ള ഒരു പൗരന്മാരാക്കി മാറ്റാനുള്ള സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്നൊരു മാറ്റുന്ന ജനങ്ങളാക്കാൻ പറ്റുന്ന ആ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ അതിന് കൂടെ ഫൈറ്റ് ചെയ്യാൻ എവിടെയാണെങ്കിലും എന്നും കൂടെ ഉണ്ടാവും. അത് പാർട്ടി തീരുമാനമാണല്ലോ. ഞാനൊരു പാർട്ടിയുടെ മെമ്പറാണ്. അപ്പോൾ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ചുണ്ടാവും. ഇല്ല, അത് ഹൈപ്പോത്തറ്റിക്കലാണ്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നോ അതനുസരിച്ച് നിൽക്കും. അതെ, ഇല്ല, അത് ഞാൻ ഇവിടെ പാലക്കാട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വരെ ഇവിടെ പഠിച്ചു വളർന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളയക്കോടും കല്ലേപ്പുള്ളിയും ഒക്കെ ആയിട്ട് ചന്ദ്രനഗർ ശ്രീ മൂകാംബിക വിദ്യാനികേതനിൽ പഠിച്ചതും പിന്നെ അച്ഛൻ കോട്ടമൈതാനത്തും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഓർമ്മ, എന്നെ പാലക്കാടോട്ട് വിളിച്ചപ്പോൾ എനിക്കൊക്കെ ഓർമ്മ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെന്മാറ വേലയ്ക്ക് പോകുന്ന വെടിക്കെട്ട് കേട്ട് മേടിക്കുന്നതും അല്ലെങ്കിൽ കൽപ്പാത്തി തേരിന് പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളാണ് ഇവിടെ ഉള്ളത്. അത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് ഇവിടെ വന്നപ്പോൾ എന്നുള്ളത് ഉള്ളൂ. ആ ഓർമ്മകളാണ്. പിന്നെ അച്ഛൻ വളർന്നത് അച്ഛൻ്റെ ചേച്ചിയുടെ കൂടെ ഇവിടെ പാലക്കാടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് കോട്ടയത്തോട്ട് പോകുന്നത്. ആ ഹൃദയബന്ധം എന്തായാലും വോട്ടാവും അങ്ങനെ ഇവിടെ നിന്നാൽ. ഹൃദയബന്ധം എന്തോ ഉണ്ടാവട്ടെ, അതിന് ആ ഒരു പോരാട്ടത്തിനെന്നും കൂടെ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. സർക്കാരിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്നവർ എന്ത് കൊടുക്കുന്നു അത് സ്വീകരിക്കുന്ന ഒരാളെ ആക്കി മാറ്റുക, ഒരു പ്രജകളാക്കി അല്ലെങ്കിൽ ഒരു ബെനഫിഷ്യറാക്കി മാറ്റുക. അങ്ങനെ മതി, ചോദ്യം ചോദിക്കരുത്, നിശബ്ദരാകുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല അത് കേരളത്തിലും അതിൻ്റെ പ്രതിഫലനമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനങ്ങളെ പൗരന്മാരാക്കുക എന്നുള്ളൊരു ചരിത്രമാണ്. ആ ഒരു രാഷ്ട്രീയത്തിന് കേന്ദ്രത്തിലും കേരളത്തിലും രാജ്യം ഉടനീളം വരേണ്ട ഒരാവശ്യമുണ്ടെന്നും അതിനോട് എത്രത്തോളം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി എന്നും കൂടെ ഉണ്ടാവുകയും ചെയ്യുക എന്നൊരു ധാരണയിലാണ്. പാലക്കാട് ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ പ്രഭാഷണം നടത്താനെത്തിയതായിരുന്നു കണ്ണൻ ഗോപിനാഥൻ. ദാദ്ര നഗർ ഹവേലിയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സേവനമനുഷ്ഠിച്ച കണ്ണൻ 2018 പ്രളയത്തിലും പൗരത്വ പ്രക്ഷോഭത്തിലും സജീവമായി പങ്കെടുത്തിരുന്നു. 2025 ഒക്ടോബറിലാണ് കോൺഗ്രസിൽ അംഗത്വമെടുത്തത്. UTV ന്യൂസ്, പാലക്കാട്.